സ്പേസ് ചാനലിൻ്റെ ചലോ ബദലഹേം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ ചാവറ പിതാവിൻ്റെ ഒപ്പമാണ്. ചാവറ പിതാവിൻ്റെ എക്കലോഗിൻ്റെ അനുസ്മരണത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എക്കലോഗിന് ഒത്തിരി എഴുത്തുകാരെ ഇറ്റലിയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും UK-യിലും ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ കണ്ടു എക്കലോഗിൻ്റെ ആരംഭം തെയോക്രിറ്റസാണ്. ഈ തെയോക്രിറ്റസ് എഴുതിയ എക്കലോഗ് അല്ലെങ്കിൽ വീർജിലിലൂടെ വളരുകയും അതിനുശേഷം ഡാൻ്റെ അത് ഉൾക്കൊള്ളുകയും മൻറ്റുവാനസ് അവിടെയും ഈ എക്കലോഗ് പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെ UK-യിലേക്ക് സ്പെൻസറിലൂടെ UK-യിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു കലാരൂപമാണ് എക്കലോഗ്. എക്കലോഗിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് അതിനെ കരുതാനാവുകയുള്ളൂ. എക്കലോഗിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് BC 260 തെയോക്രിറ്റസ്. ഈ എക്കലോഗ് ഇത്രയധികം പ്രചാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ ലഭിച്ചത് അതിൻ്റെ എഴുത്ത് ശൈലിയാണ്. എഴുത്ത് ശൈലി എന്ന് പറയുമ്പോൾ അതിൻ്റെ കാവ്യശൈലിയാണ്, കാവ്യ നുറുങ്ങുകൾ. ചാവറയച്ചൻ ഈ രൂപത്തിൽ ചാവറയച്ചൻ ഒരേ പശ്ചാത്തലമാണ്. 10 എക്കലോഗിനും പുൽക്കൂടാണ് പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആ എക്കലോഗിൻ്റെ കാഴ്ചകൾ നമ്മൾ മനസ്സിലാക്കി. ചാവറയച്ചൻ്റെ ആദ്യത്തെ എക്കലോഗ് ശാസ്ത്രികളുടെ എക്കലോഗ്, അറിവും പാണ്ഡിത്യവും വചനാധിഷ്ഠിതവുമായ ദൈവത്തിൻ്റെ ശബ്ദം പഴയ നിയമ ചരിത്രത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഉണ്ണിമിശിഹായുടെ പുൽക്കൂടാണ് വിഷയം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു രണ്ടാമത്തെ എക്കലോഗ് അവിശ്വാസികളുടെ എക്കലോഗ്, മൂന്നാമത്തെ എക്കലോഗ് പിറവിയുടെ എക്കലോഗാണ്. ഇവിടെയും ശ്രദ്ധിക്കപ്പെടേണ്ടത് നാലാമത്തെ എക്കലോഗാണ്, കുഞ്ഞിപ്പൈതങ്ങളുടെ എക്കലോഗ്. ഹെറോദേസിൻ്റെ തീട്ടൂരം കൊണ്ട് പട്ടാളക്കാരിറങ്ങി 2 വയസ്സിന് താഴെയുമുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലുന്ന ഒരു ചിത്രീകരണമാണ് ഈ എക്കലോഗിൽ പ്രധാനമായിട്ടും ചാവറയച്ചൻ അവതരിപ്പിക്കുക. ചാവറയച്ചൻ്റെ 5-ാമത്തെ എക്കലോഗ് വിശ്വാസവും ശരണവും ഉപമയും തമ്മിലുള്ള സല്ലാപമാണ്. അതിലും പുൽക്കൂടിൻ്റെ സൂചനയുണ്ട്. അവസാന ഭാഗം വിശ്വാസവും ശരണവും ഉപമയും മനുഷ്യകുലത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള പുണ്യങ്ങളല്ല, മാനുഷികമായിട്ടുള്ള ഗുണങ്ങളാണ്. നീതിയില്ലാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. വിശ്വാസം ഇല്ലാതെ കണ്ട് ആർക്കും ഇവിടെ കഴിഞ്ഞുകൂടാൻ പറ്റില്ല. ചെറിയ ചെറിയ വിശ്വാസങ്ങളിലൂടെ വലിയ വിശ്വാസങ്ങളിൽ എത്തിച്ചേരുന്ന പുൽക്കൂടിൻ്റെ അനുഭവം. ശരണമാണ് മറ്റൊന്ന്, ഉപമയാണ് മറ്റൊന്ന്.
ഈ വിശ്വാസവും ശരണവും ഉപവിയും തമ്മിലുള്ള സല്ലാപം, അതാണ് പലരും ഈ എക്ലോഗിനെ കുറിച്ചിട്ട് പറയും. ഇത് ചാവറയച്ചൻ്റെ പുൽക്കൂട് എക്ലോഗ് അല്ലെന്ന് പറയും. ശരിയാണ്. ചാവറയച്ചൻ്റെ ഈ എക്ലോഗ് ഒരു മൊറാലിറ്റി എക്ലോഗാണ്. അങ്ങനെയാണ് പഠിതാക്കൾ പറയുക. ചാവറയച്ചൻ്റെ കണ്ണിൻ്റെയും കാതിൻ്റെയും ശക്തി, അത് ഈ എക്ലോഗുകളിലെല്ലാം ഒളിഞ്ഞു കിടപ്പുണ്ട്. കണ്ണിൻ്റെയും കാതിൻ്റെയും ശക്തി എന്ന് പറയുമ്പോൾ ശ്രവണശേഷിയും അതുപോലെ തന്നെ കാഴ്ചശേഷിയും അതിലൂടെ ആവഹിച്ചെടുക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള ചിന്തകൾ, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് നോബൽ സമ്മാനം മേടിച്ച ഡെറക് വാൽക്കോട്ട്, സിയാമുസ് ഹീനെ, ജോസഫ് ബ്രോഡ്സ്കി, ഇവർ 3 പേരും നോബൽ സമ്മാനം മേടിച്ച വ്യക്തികളാണ്. അവരും എഴുതിയിട്ടുണ്ട് എക്ലോഗ്. നമ്മൾ കണ്ടു, എക്ലോഗ് ഒരു സാഹിത്യ ശൈലിയാണ്. ഇതിൻ്റെ തെയോക്രട്ടസ് തുടങ്ങി മെലീസ ഗ്രീൻ എന്ന് പറയുന്ന വ്യക്തി വരെ, മെലീസ ഗ്രീൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഈ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ എക്ലോഗ് പല പേരുകളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹിത്യ രൂപമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാർഷൽ സോങ്സ് ആയിട്ട് തുടങ്ങി, ഇടയഗാനങ്ങളായിട്ട് തുടങ്ങി, ബുക്കോലിക്, ഇഡിൽസ് എന്ന പേരിലൊക്കെ മൊഴിമാറ്റം വന്ന എക്ലോഗാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോഴത്തെ ഈ നോബൽ സമ്മാനം കിട്ടിയ എക്ലോഗ് എഴുതിയിട്ടുള്ള ആളുകൾ, അവർ ഉണ്ണിമിശിഹായുടെ ജനനത്തെക്കുറിച്ചൊന്നുമല്ല അവരുടെ എഴുത്ത് ശൈലി. അവരുടെ എഴുത്ത് ശൈലി എന്ന് പറയുന്നത് ഹോളോകോസ്റ്റിനെ കുറിച്ചും പ്രകൃതിയുടെ ചൂഷണം ചെയ്യലിനെ കുറിച്ചുമൊക്കെയാണ് ഈ ആനുകാലിക എക്ലോഗ് എഴുത്തുകാർ നമ്മളെ കൊണ്ടുപോകുന്നത്. ആ വഴിക്കാണ്. തീർച്ചയായിട്ടും ചാവറയച്ചൻ ഈ എക്ലോഗിൻ്റെ കണ്ണിയായി എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ എഴുത്ത് ശൈലിയും അതുപോലെ പൗരസ്യ നാട്ടിലേക്കുള്ള ഒരു പാലം പണിയലാണ് ചാവറയച്ചൻ തൻ്റെ എഴുത്തിലൂടെ നിർവഹിച്ചത് എന്ന് ഒരുപക്ഷെ ചാവറയച്ചന് പോലും അറിവുണ്ടാവില്ല. നമ്മളിന്ന് എക്ലോഗിനെ കുറിച്ച് പഠിക്കുകയും വിലയിരുത്തുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെ മുന്നിലേക്ക് വരിക.